ഹലോ! ഇന്നത്തെ വീഡിയോ എൻ്റെ ഗ്രാജുവേഷൻ ഡേയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. മാർച്ച് 14-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണി. വൈകുന്നേരം 3 മണിക്കത്തെ സെഷനായിരുന്നു. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ടച്ചപ്പാണ് വണ്ടിയെ കയറി ഇരുന്നിട്ടുള്ളത്. കുഞ്ഞിനെ ദാ പുറകെ ഇരുത്തിയിട്ടുണ്ട്. അമ്മയാണ് അവൻ്റെ കൂടെ പുറകെ ഇരിക്കുന്നതേ. ഞങ്ങളെല്ലാവരും നല്ല ഒരുങ്ങി സെറ്റായിട്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ ആ കുഞ്ഞിനെ മാത്രം ഡ്രസ്സൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം അവിടോട്ട് തന്നെ 1 അവർ ട്രാവലുണ്ട്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഡയപ്പറും കാര്യങ്ങളൊക്കെ മാറി എന്നിട്ട് അവനെ നല്ല ഡ്രസ്സ് ഇടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദാ യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാണ്. ഏതായാലും അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ തന്നെയായിരുന്നു. മഴയോ തണുപ്പോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്നതിൽ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടണൽ വഴി കയറി ഞങ്ങളിങ്ങനെ പോവാണ് ഗൈസ്. അങ്ങനെ ദാണ്ട ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം കുഞ്ഞിന് പാലൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. അവൻ്റെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ ചെസ്റ്റർ കത്തീഡ്രലിലോട്ടാണ് പോയത്. അവിടെയാണ് കേട്ടോ ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയി ഗൗൺ വാങ്ങിക്കണം. ഗൗണിനുള്ള ലിങ്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് സെൻഡ് ചെയ്യും. നമ്മൾ ആ ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ ഗൗൺ നമ്മൾ ബുക്ക് ചെയ്യണം. നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കോഡ് വരും. ആ കോഡ് നമ്മൾ അവിടെ ചെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അവർ നമുക്ക് ഗൗൺ തരുന്നത്. ആ ഗൗൺ എന്നിട്ട് അവിടെ തന്നെ ആൾക്കാർ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തൊപ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ക്യൂ നിന്ന് നമ്മളെ ഇവൻറ്റിൻ്റെ അടുത്തോട്ട് കയറ്റും. അവിടെ കയറി സ്റ്റുഡൻസ് എല്ലാം ഒരു സൈഡിലും, അതായത് ഗ്രാജുവേറ്റ്സ് എല്ലാം ഒരു സൈഡിലും, പിന്നെ ഗസ്റ്റുകളെല്ലാം അപ്പുറത്തെ സൈഡിലുമാണ് ഇരിക്കുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഓരോ സീറ്റ് നമ്പർ തന്നിട്ടുണ്ട്. ആ സീറ്റ് നമ്പറിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അതായത് സ്റ്റേജിൽ കയറുമ്പോൾ റഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം തരും. ഇതിനകത്ത് നമ്മുടെ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഈ ഇവൻറ്റിൽ അവാർഡ് കൊടുക്കുന്ന ആൾക്കാരുടെ പേരും ലിസ്റ്റും എല്ലാം ഉണ്ട്. അങ്ങനെ അതിനകത്ത് എൻ്റെ പേര് ഞാൻ ഇങ്ങനെ തപ്പി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ പേര് കിട്ടി. 311 ആയിരുന്നു കേട്ടോ എൻ്റെ നമ്പർ. അങ്ങനെ ഈ സംഭവമൊക്കെ ഇട്ട് സെറ്റായി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ദാണ്ട നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഒരു മ്യൂസിക്കും ആ ഒരു എല്ലാവരും തൊപ്പിയും ഗൗണും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഇതായിരുന്നു കേട്ടോ. എന്തോ ഒരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫീല്. അങ്ങനെ എല്ലാ ഗസ്റ്റും സ്റ്റേജിലെത്തിയിരിക്കുന്നവരെ നമ്മളും അങ്ങനെ എഴുന്നേറ്റ് തന്നെ നിൽക്കണം. അവരെല്ലാവരും സ്റ്റേജിലെത്തിയിരുന്നതിന് ശേഷം നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്പീച്ചുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. Sumitha Santosh, Anirudhan. അങ്ങനെ എൻ്റെ പേരും വിളിച്ചു. ഇവിടെ സ്റ്റേജിൽ നമ്മളെ വൈസ് ചാൻസലർ ജസ്റ്റ് കൺഗ്രാജുലേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിക്കാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കൈ തരാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ടാണ് കേട്ടോ. പിടിച്ചിറക്കാനൊക്കെ ആളുണ്ട്, സ്റ്റെപ്പിലൊന്നും തട്ടി വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതേതായാലും വളരെ നന്നായി. അവിടെ പിന്നെ സെപ്പറേറ്റ് ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തവർക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഡയറക്റ്റ് സ്റ്റേജ് അത്ര അപ്രോച്ചബിൾ അല്ലാത്തത് കൊണ്ട് ടിവിയും വലിയ സ്ക്രീനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവാർഡ് ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ സ്പീച്ചസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്മളുടെ ഗസ്റ്റുകളെല്ലാം സ്റ്റേജിൽ നിന്ന് വന്നതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങും. അവർ തിരിച്ച് ഇറങ്ങി അതിൻ്റെ പുറകെ ഫ്രണ്ടിലത്തെ റോയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതും കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു സംഭവത്തിൻ്റെ, അതായത് നമ്മൾ ഈ വാങ്ങിച്ച സാധനത്തിൻ്റെ പവർ അറിയുന്നത് നമ്മൾ ഈ നടന്നു പോകുമ്പോഴാണ്. കാരണം 2 സൈഡിലും മൊത്തം ആൾക്കാർ നിൽക്കുക. നമ്മൾ അതിൻ്റെ നടുക്കൂടി നടന്നു പോകുമ്പോൾ 2 സൈഡിൽ നിൽക്കുന്നവരെ കൈയടിച്ച് നമ്മളിങ്ങനെ ഇറക്കി വിടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല. നമ്മളെന്തോ ശരിക്കും നല്ലപോലെ അച്ചീവ് ചെയ്ത ആ ഒരു ഫീല് നമുക്ക് അപ്പോഴാണ് കിട്ടണേ. എന്നായാലും അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവൻറ്റ് പരിപാടികൾ മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോട്ടോ സെഷനാണ്. കുറേ തൊപ്പി എറിഞ്ഞുള്ള ഫോട്ടോയും നടന്നു വരുന്ന വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. തൊപ്പി എടുത്തെറിയുമ്പോൾ കാറ്റ് കൊണ്ട് തൊപ്പി പല വഴിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ.
അപ്പോഴത്തേക്ക് സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തണുപ്പൊക്കെ ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോയും ഫോട്ടോയും എടുക്കാനുള്ള തിരക്കായിരുന്നു. എങ്ങനെയെങ്കിലും തീർത്തിട്ട് പെട്ടെന്ന് വണ്ടിയിൽ പോയി കയറിയാൽ മതി എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഗൗണ് തിരിച്ചു കൊടുക്കണം. ഗൗണ് കുറച്ച് മണിക്കൂറുകളത്തേക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. റെൻ്റാണ്. അപ്പോൾ 5 മണിക്ക് നമ്മളുടെ ഗൗണും തൊപ്പിയും തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ടൗൺ ഹാളിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കണം എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് അതിന് മുന്നേ തൊപ്പി ഇതൊക്കെ വെച്ചിട്ടുള്ള കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തീർത്തു. എന്തൊക്കെയായാലും സംഭവം അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചതിലും അടിപൊളിയായി കേട്ടോ. എനിക്ക് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് അമ്മേനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു. അപ്പം ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന പാലമാണ് ആ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് അത് നിർത്തി അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് യൂണിവേഴ്സിറ്റി. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. അകത്തൊന്നും കയറിയാൽ ജസ്റ്റ് പുറമേ നമ്മനെ കാണിച്ചുള്ളൂ. കാരണം ക്ലോസ്ഡ് ആയിരുന്നു. ഗേറ്റ് ഓപ്പൺ ആയിരുന്നെങ്കിലും നമ്മുടെ സമയവും പോയി. പിന്നെ കുഞ്ഞും ചെറിയ വഴക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറാനൊന്നും നിന്നില്ല. ജസ്റ്റ് പുറമേ വഴി അമ്മേനെ ഇങ്ങനെ കാണിച്ചിട്ട് നേരെ ഇങ്ങ് പോന്നു. വരുന്ന വഴിക്ക് നല്ല അടിപൊളിയൊരു വ്യൂ ഒക്കെ കണ്ടു. നല്ല ചുവന്ന ആകാശം ഒക്കെ ആയിട്ട് സണ്ണ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. ഇറങ്ങാനൊന്നും പറ്റിയില്ല കാരണം നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. തണുപ്പ് മാത്രമല്ല നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാണല്ലോ ഫുള്ള്. എന്നൊക്കെ ആയാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഗ്രാജുവേഷൻ്റെ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ.